കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്ക് വേണ്ടത്ര പോഷകങ്ങൾ കിട്ടിയില്ല എങ്കിൽ മഞ്ഞളിപ്പ് രോഗം, കുരുടിപ്പ് രോഗം, ഇലവാട്ടം, വേരുചീയൽ രോഗം എന്നീ കീടശല്യം മൂലം തോട്ടത്തിലെ ചെടികളെല്ലാം നശിച്ചു പോകാറുണ്ട്. ഇത്തരം രോഗങ്ങൾ വരുന്നതിൻ്റെ പ്രധാന കാരണം പല മൂലകങ്ങളുടെയും കുറവ് മൂലമാണ്. നൈട്രജന്റെ കുറവ് നികത്താനായി നാം ചാണകം ഇട്ട് കൊടുക്കാറുണ്ട്. ചെടികൾക്ക് ഫോസ്ഫറസിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പരിഹരിക്കാനായിട്ട് ഇടയ്ക്ക് എല്ലുപൊടിയും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. ചാരം ഇട്ട് കൊടുത്താൽ പൊട്ടാസ്യത്തിന്റെ കുറവ് നികത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ അടുക്കള തോട്ടത്തിലെ മുളക്, തക്കാളി, വഴുതിന തുടങ്ങിയ പച്ചക്കറികളുടെ ഇലകളൊക്കെ പെട്ടെന്ന് മഞ്ഞ നിറമായി ഇലകൾ കൊഴിഞ്ഞു പോകാറുണ്ടോ? അല്ലെങ്കിൽ ചെടികൾ നിറയെ പൂക്കുന്നുണ്ടെങ്കിലും കായ്ഫലം കിട്ടാതെ അതൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ടോ? അതുപോലെ തന്നെ വളവും കെയറിങ്ങും ഒക്കെ കൊടുത്തിട്ടും ചെടികളൊക്കെ വളർച്ചയില്ലാത്ത അവസ്ഥയിലാണോ വളരുന്നത്? എങ്കിൽ ഇത്തരം രോഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ ഫെർട്ടിലൈസറാണ് എപ്സം സാൾട്ട്. ഈ പാക്കറ്റിൽ കാണുന്നതാണ് എപ്സം സാൾട്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ സാധാരണ കറിയുപ്പ് പോലെയോ അല്ലെങ്കിൽ പഞ്ചസാര പോലെയൊക്കെയാണ് കാണുന്നത്. എപ്സം സാൾട്ടിന്റെ രാസനാമം മഗ്നീഷ്യം സൾഫേറ്റ് എന്നാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായി വേണ്ടുന്ന മഗ്നീഷ്യം സൾഫേറ്റുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച ജൈവ വളമായി നമുക്ക് തോട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് എന്തിനാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് എന്ന് നോക്കാം. സാധാരണയായി മുളകിലും വെള്ളരി വർഗ്ഗ ചെടികളിലും കാണാറുള്ള ഇല മഞ്ഞൾപ്പ് രോഗം മാറി ഇലകളെല്ലാം കടും പച്ച നിറത്തിലാവാൻ എപ്സം സാൾട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ മുളക്, തക്കാളി എന്നിവയിലൊക്കെ ധാരാളം പൂക്കൾ വിരിയുന്നുണ്ടാവും. പക്ഷേ അവയെല്ലാം കൊഴിഞ്ഞു പോകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ എപ്സം സാൾട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പൂകൊഴിച്ചൽ മാറി നിറയെ കായ്ഫലം ലഭിക്കുന്നതും അതോടൊപ്പം നാം ചെടികൾക്ക് നൽകാറുള്ള മറ്റു വളത്തിലെ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവ പെട്ടെന്ന് വലിച്ചെടുക്കാനും ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതുകൊണ്ട് സഹായകമാകും. അതുപോലെ തന്നെ എപ്സം സാൾട്ട് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയും വലിപ്പവും ഉണ്ടാകാനും എപ്സം സാൾട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എപ്സം സാൾട്ട് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്ന് പറയാം. ഇത് പ്രധാനമായും 2 രീതിയിൽ ചെടികൾക്ക് നൽകാവുന്നതാണ്. അതിൽ ആദ്യത്തെ രീതി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കലാണ്. ഇതാണ് ഏറ്റവും ഫലപ്രദമായ രീതി. 1 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം 5 ഗ്രാം എപ്സം സാൾട്ട് ചേർത്ത് നന്നായി ഇളക്കുക. 5 ഗ്രാം അളവ് എന്ന് പറയുമ്പോൾ 1 സ്പൂൺ അളവിൽ എപ്സം സാൾട്ട് എടുത്താൽ മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അതിനുശേഷം ഒരു സ്പ്രേയറിലേക്ക് ഒഴിച്ച് ചെടികളുടെ അടിഭാഗത്തും മുകൾ ഭാഗത്തും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് മാസത്തിൽ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് സ്പ്രേ ചെയ്യുന്നത് വെയിലാറി വൈകുന്നേരങ്ങളിലാവാൻ ശ്രദ്ധിക്കണം. വൈകുന്നേരങ്ങളിൽ ചെടികളിൽ സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും. അതുപോലെ തന്നെ ഗ്രോ ബാഗ് നിറക്കുമ്പോഴും അല്ലെങ്കിൽ തൈകൾ മാറ്റി നടുമ്പോഴും വേരുകൾ പെട്ടെന്ന് പുതിയ മണ്ണുമായി പൊരുത്തപ്പെടാൻ വേണ്ടി 1-2 നുള്ള് എപ്സം സാൾട്ട് മണ്ണിൽ ചേർക്കുന്നത് നല്ലതാണ്. ഇനി എപ്സം സാൾട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം. ഇതൊരു വളമാണെന്ന് കരുതി അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക, ഇലകളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയേറെയാണ്. അതുപോലെ തന്നെ മഴക്കാലം ആരംഭിച്ചതോടെ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായി കൃഷിത്തോട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അതിനെ നശിപ്പിക്കാനുള്ള കഴിവും ഉണ്ട് ഈ എപ്സം സാൾട്ട് കൊണ്ട്. ഇത് ഇലകളിൽ നമ്മൾ തളിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇലകൾ തിന്ന് നശിപ്പിക്കാനായി ഒച്ചുകൾ തോട്ടത്തിലേക്ക് വരാതെയാവും. അപ്പോൾ നിങ്ങളുടെ തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും എല്ലാറ്റിനും ഈ പറഞ്ഞ അളവിൽ എപ്സം സാൾട്ട് കൊടുത്തു നോക്കൂ. നിങ്ങളുടെ ചെടികളിൽ നല്ലൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് എല്ലാ വളം വിൽക്കുന്ന കടകളിലും വളരെ കുറഞ്ഞ വിലയിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. പെട്ടെന്ന് തന്നെ നല്ല മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൃഷി സംബന്ധമായ അറിവുകൾക്കായി കൃഷി മാസ്റ്റർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.